അപ്പം കുണ്ടലിനി ഉണർന്ന് മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് ഒരു വ്യക്തിക്ക് ഓരോരോ ഡയമെൻഷനെ ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചലനത്തിനും നിദാനമായിരിക്കുന്ന ശക്തിവിശേഷം എന്ന് പറയുന്നത് കുണ്ടലിനിയാണ്. ഗുരുജി ഇപ്പോ ഇങ്ങനെ സഹസ്രാരത്തിനെ കുറിച്ച് പറഞ്ഞു, അപ്പൊ അത് കുണ്ടലിനെ കുറിച്ച് ഗുരുജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രോഗ്രാം ബേസ് ചെയ്യുന്നത് കുണ്ടലിനി യോഗത്തിലൂടെയാണല്ലോ. അപ്പം കുണ്ടലിനെ കുറിച്ച് പല വീഡിയോസും ഗുരുജി തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ക്ലാസ്സിൽ പറയുന്നുണ്ട്, വീഡിയോസിലൂടെ പറയുന്നുണ്ട്. എന്നാലും കുറച്ചുകൂടെ ഒന്ന് ഇപ്പൊ നമ്മള് മൂലാധാര ചക്രത്തിലാണ് കുണ്ടലിനിയുടെ ഇരിപ്പിടം. അതിനെ ഉയർത്തി നമ്മൾ പടി 6 കടന്ന് നമ്മള് ആ സഹസ്രാരത്തിലേക്ക് എത്തുമ്പോൾ ഒരു മനുഷ്യനിൽ ഉണ്ടാവുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ അതിനെ കുറിച്ച് പറഞ്ഞ വിശദമായിട്ടൊന്ന് പറയാൻ പറ്റും. തീർച്ചയായിട്ടും അത് നമ്മൾ വളരെ അധികം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഏതൊരു മാർഗ്ഗങ്ങൾ പരിശീലിക്കുന്ന സമയത്തും അതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടാവണം. ഇപ്പം കുണ്ടലിനി പരിശീലിക്കുന്ന പല ആളുകൾക്കും ആ ഒരു ധാരണ ഇല്ലാതാണ് പരിശീലിക്കുന്നത്. ഇപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സിലൊക്കെ നമ്മളത് ആ ഒരു ധാരണ കൊടുത്തുകൊണ്ടാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. എങ്കിൽ പോലും അതിൽ പോലും പങ്കെടുക്കുന്ന പലർക്കും ചില ആളുകൾക്കൊക്കെ ചിലപ്പം ഒരു പക്ഷേങ്കിൽ അതിൻ്റെ ആ ഒരു കൃത്യമായ ധാരണ അവർ ഉദ്ദേശിച്ച് വന്ന കാര്യങ്ങളിൽ ഫോക്കസ്ഡ് വേറെ ആയതുകൊണ്ട് കൃത്യമായ ധാരണ ലഭിക്കാതെ പോകും. അതെ. അപ്പോൾ ഇവിടെ നമ്മൾ കുണ്ടലിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ കുണ്ടലിനി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ശക്തിയായിട്ട് കാണുന്ന എല്ലാം അല്ലെ എനർജിയായിട്ട് കാണുന്ന എല്ലാം കുണ്ടലിനിയാണ്. അങ്ങനെ അങ്ങ് മനസ്സിലാക്കുക. അതായത് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന എല്ലാം കുണ്ടലിനിയാണ്. എനർജി ആയിട്ട് കാണുന്നത് ഇപ്പൊ ഒരു പൂ വിരിയുന്നു, അത് കുണ്ടലിനിയാണ്. ഒരു പട്ടി കുരയ്ക്കുന്നു, അത് കുണ്ടലിനിയാണ്. ഇനി നമ്മൾ ഇതിലേക്കൂടെ നടക്കുന്നു, അത് നടക്കാനുള്ള എനർജി ഉണ്ട് അല്ലേ, എനർജി കൊണ്ടാണ് നടക്കുന്നത്, അതും കുണ്ടലിനിയാണ്. ഇപ്പൊ നമ്മൾ സെക്സ് ചെയ്യുന്നു, അതും കുണ്ടലിനിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അതും കുണ്ടലിനിയാണ്. ഏറ്റവും ബേസ് ആയിട്ട് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും ബേസ് ആയിട്ട് എനർജിയാണ് അല്ലേ. എനർജിയാണ്, അതായത് എനർജി മാറ്റമായിട്ടും ഇവിടെ നമ്മൾ കാണുന്ന സമയത്ത് ഈ മാറ്റമായിട്ട് ഇരിക്കുന്നതും ഏറ്റവും ബേസിൽ എന്താണ്, എനർജി തന്നെയാണ്. അപ്പോൾ ആ എനർജി തന്നെയാണ് കുണ്ടലിനി. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ക്ലിയർ ആയി. ജീവൻ തുടിക്കുന്നത് മാത്രമല്ല, സജീവമായിട്ടുള്ള മാത്രമല്ല, അജൈവമായിട്ടിരിക്കുന്നതിലും കുണ്ടലിനിയുണ്ട്. എന്ന് വെച്ചാൽ അജൈവമായിരിക്കുന്നതിലും ഇപ്പം അതിലും ഉള്ള എന്താണ് ഏറ്റവും സൂക്ഷ്മതലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലും ആറ്റം ഉണ്ട്. ആറ്റത്തിനകത്ത് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ആ ഇലക്ട്രോൺ അവിടെ സജീവമാണ്, ആ ഇലക്ട്രോൺ അവിടെ കറങ്ങുന്നുണ്ട് അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചലനത്തിനും നിദാനമായിരിക്കുന്ന ശക്തിവിശേഷം എന്ന് പറയുന്നത് കുണ്ടലിനിയാണ്. അപ്പോൾ ആ ശക്തിവിശേഷം വളരെ വലിയ അളവിൽ നമ്മുടെ മൂലാധാര ചക്രത്തിൽ അന്തർലീനമായിരിക്കുന്നു എന്നുള്ളതാണ് യോഗശാസ്ത്രം നമ്മളോട് പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ ജന്മമെടുത്ത് ആ ഒരു കുട്ടിയായിട്ട് ശിശുവായിട്ട് ആ ഒരു സിക്താണ്ടം അങ്ങനെ ഒരു കുട്ടിയായിട്ട് മാറുന്ന സമയങ്ങളിൽ അതിന് ആവശ്യമായിട്ടുള്ള എനർജി ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് വരുന്ന എനർജിയാണ് അവിടെ കുണ്ടലിനിയായിട്ട് അവിടെ റിസർവായിട്ടിരിക്കുന്നത്. അപ്പോൾ ആ റിസർവായിട്ടിരിക്കുന്നത് ശരിക്കും എനർജിയുടെ ഫോമിലല്ല, വേറെ ഫോമുകളിലാണ്. കാരണം എനർജി എന്ന് പറയുന്നത് എപ്പോഴും ഡൈനാമിക് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ എനർജിയുടെ തന്നെ മറ്റൊരു ഫോമിലാണ് നമ്മളിലെ കുണ്ടലിനിയായിട്ട് ആ ഒരു എനർജി അന്തർലീനമായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന എനർജി വിശേഷത്തെ നമ്മൾ അവിടെ നിന്ന് ഈ പറഞ്ഞ വിവിധങ്ങളായിട്ടുള്ള പ്രാക്ടീസുകളിലൂടെ ഉണർത്തിയെടുത്തുകൊണ്ട് ഉണർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് അതിനെ നമ്മുടെ സുഷുമ്നയിലൂടെ മുകളിലേക്ക് ഉയർത്തി ഓരോ ചക്രങ്ങളിലൂടെ മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്ന പ്രോസസ്സാണ് കുണ്ടലിനി യോഗത്തിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. കാരണം ഓരോ ചക്രങ്ങളിലൂടെ ആ കുണ്ടലിനി പ്രവേശിച്ച് ഓരോ ചക്രങ്ങളിലൂടെ കടന്നു വരുന്ന സമയത്ത് ഓരോ ചക്രങ്ങളും ആക്ടിവേറ്റ് ആകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഓരോ ഡയമെൻഷനെയും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം കുണ്ടലിനി ഉണർന്ന് മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് ഒരു വ്യക്തിക്ക് ഓരോരോ ഡയമെൻഷനെ ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ഡയമെൻഷനെ ആക്സസ് ചെയ്ത് മുകളിലേക്ക് വരുമ്പോൾ അവൻ്റെ ഓരോ മേഖലകളിലും വ്യത്യാസങ്ങൾ വരിക. ഇപ്പം അവൻ്റെ ഒരു ശാരീരികമായ തലത്തിൽ മാത്രമല്ല, ശാരീരികമായ തലങ്ങളിൽ മാറ്റം വരുന്നു, അവിടെ നിന്ന് അവൻ്റെ മാനസികമായ തലങ്ങളിൽ മാറ്റം വരുന്നു, അവൻ്റെ വൈകാരികമായ തലങ്ങളിൽ മാറ്റം വരുന്നു, അവൻ്റെ ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുന്നു. ഇങ്ങനെ ഓരോ തലങ്ങളിൽ അവരിൽ മാറ്റങ്ങൾ വരികയാണ്. അങ്ങനെയാണ് ഓരോ തലങ്ങൾ ഓരോ പടികൾ കടന്ന് അവസാനം നമ്മൾ ആ ഹയർ കോൺഷ്യസിലേക്ക് നമ്മൾ കണക്റ്റ് ആവുന്നത്. അപ്പോൾ ഹയർ കോൺഷ്യസിനായിട്ട് കണക്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ പ്രപഞ്ചബോധം നമ്മളുമായിട്ട് ഒന്നായി തീരുന്നു. അതായത് തത്വമസി അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ നമ്മുടെ ഉപനിഷത്തുകളിൽ പറഞ്ഞു വെച്ചിട്ടുള്ള തത്വങ്ങളുമായിട്ട് അവിടെ ഒന്നായി തീർന്നു കഴിഞ്ഞു. പിന്നെ വേറൊന്നും അന്വേഷിക്കേണ്ടതായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, എന്തിനെ അറിഞ്ഞാൽ മറ്റൊന്നിനെയും അറിയേണ്ടതായിട്ടില്ലയോ, അതാണ് ഈ പറഞ്ഞ ആ കുണ്ടലിനി യോഗം എന്ന് പറയുന്നത്. കാരണം അത്രയും പ്രാക്തനമായിട്ടുള്ള സയൻസാണ് അത്. അപ്പോൾ അങ്ങനെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ശക്തിവിശേഷത്തെയാണ് നമ്മൾ കുണ്ടലിനി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ആക്സസ് ചെയ്യാനായിട്ടുള്ള പ്രാക്ടീസാണ് ശരിക്കും കുണ്ടലിനി യോഗത്തിലൂടെ
നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു സംശയം ഗുരുജി, ഈ കുണ്ടലിനി ഉണർത്തി ഇപ്പം നമ്മുടെ സ്വാധിഷ്ഠാനം, മണിപൂരകം, അപ്പൊ ഈ ഓരോ ചക്രാസനയിലൂടെയും ഈ കുണ്ടലിനി കടന്നു പോകുമ്പോ അവിടെ ഈ ഇപ്പം മണിപൂരകത്തിലെത്തി, അപ്പൊ അത് കുണ്ടലിനിയുമായി ചേരുമ്പോ അവിടെ എന്താ നടക്കുന്നത്? അങ്ങനെ ഓരോ ചക്രാസിലും നടന്ന് അത് സഹസ്രാരത്തിൽ എത്തുമ്പോ ഓരോ ചക്രയുമായും അത് മീറ്റ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അതാണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞത്. അതായത് ഓരോ ചക്രത്തിലേക്കും കുണ്ടലിനി എത്തുമ്പോൾ ഓരോ ചക്രത്തിനും ചില പ്രത്യേകമായിട്ടുള്ള ഫോക്കസിങ് ഏരിയകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഇപ്പം ചോദിച്ച മണിപൂരകത്തിലേക്ക് കുണ്ടലിനി എത്തുന്ന സമയത്ത്, മണിപൂരം എന്ന് പറഞ്ഞാൽ പല ആസ്പെക്റ്റിൽ നമുക്ക് പല ഡയമെൻഷനായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പോൾ നമ്മുടെ ഭൗതികമായ തലങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മണിപൂര ചക്രം ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആശയങ്ങളെയും വിശ്വാസങ്ങളെയുമാണ്. ഇപ്പൊ മണിപുരം എന്ന് പറഞ്ഞാൽ രത്നങ്ങളുടെ നഗരം, അല്ലെങ്കിൽ മണിയുടെ പുരം എന്നാണ്, മണിയുടെ സിറ്റി, അല്ലെങ്കിൽ ദി സിറ്റി ഓഫ് ജെംസ് എന്നാണ് പറയുന്നത്. അവിടെ സിറ്റി ഓഫ് ജെംസ് ആയിട്ട് നമ്മൾ കരുതുന്നത് എന്തിനാണ്? നമ്മുടെ ആശയങ്ങളെയും വിശ്വാസങ്ങളെയുമാണ്. ഇപ്പം നമ്മൾ ഒരു പ്രത്യേകമായ ഒരു മതപരമായ ഒരു ആശയം നമുക്കുണ്ടെങ്കിൽ ആ ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ആശയമാകുന്ന കണ്ണാടിയിലൂടെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ നോക്കുന്നത്, അല്ലേ? നമ്മൾ ഈ നമ്മുടെ സഹജീവികളെയും നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നമ്മുടെ ഈ സമൂഹത്തെയും ഒക്കെ നമ്മൾ നോക്കിക്കാണുന്നത് ആ ഒരു കണ്ണാടിയിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആശയങ്ങളുമായിട്ട് യോജിക്കാത്ത ആളുകൾ നമുക്ക് അന്യരായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ട് നമുക്ക് ഇടപെടാൻ പറ്റാത്തത്. അപ്പം അങ്ങനെ ഉള്ള ആശയങ്ങളും വിശ്വാസങ്ങളും എല്ലാം അതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ഈ മണിപൂര ചക്രമാണ്. അപ്പോൾ മണിപൂര ചക്രം ഓപ്പൺ ആകാതെ ഒരിക്കലും, അല്ലെ മണിപൂര ചക്രത്തിലേക്ക് കുണ്ടലിനി എത്താതെ ഒരിക്കലും നമുക്ക് ഒരു തുറന്ന കാഴ്ചപ്പാടുകൾ, അത് ഈ ആശയങ്ങളിലും വിശ്വാസങ്ങളിലും ഒക്കെ ഉള്ള നന്മകളെ സ്വീകരിക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ തിരസ്കരിക്കാനുള്ള ആ ഒരു പവർ, ആ ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് ഒരിക്കലും നമുക്ക് ഉണ്ടാവില്ല. അപ്പം കുണ്ടലിനി മണിപൂരകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സാർവലൗകികമായ കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ വ്യക്തിത്വം ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി അവിടെ തന്നെ അതിൻ്റെ ഫിസിക്കൽ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ, അവിടെ നമ്മൾ ആ മണിപൂരത്തിൻ്റെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി ഫിസിക്കൽ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മണിപൂരമാണ് നമ്മുടെ ഉള്ളിലുള്ള എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ജഠരാഗ്നി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജ്വലിപ്പിക്കുന്നു, അവിടെ ജ്വലിപ്പിക്കുകയാണ്, അവിടെ പ്രോസസ്സ് ചെയ്യുകയാണ്. അപ്പം നമുക്കിപ്പം നമ്മുടെ കണ്ണിലൂടെ വരുന്ന ഒരു രൂപം, അതായത് കാഴ്ചയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു ഇൻഫർമേഷനെയും പ്രോസസ്സ് ചെയ്യാനുള്ള എനർജി കൊടുക്കുന്ന ആരാണ്? ഈ മണിപൂര ചക്രത്തിൽ നിന്നുള്ള എനർജിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഓരോ ചക്രത്തിനും അതിൻ്റെതായ ഫോക്കസിങ് ഏരിയകളുണ്ട്. എനിക്ക് വന്ന് ഓൾറെഡി ഈ ചക്രങ്ങളെ പറ്റി പറഞ്ഞു വന്ന വഴിയിൽ ഈ കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഓരോ ചക്രങ്ങളെ ഫോക്കസിങ് ഏരിയ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ ചക്രങ്ങളെ പറ്റിയുള്ള നമ്മുടെ ഓരോ വീഡിയോകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ചെയ്ത ഈ ഓരോ പോഡ്കാസ്റ്റ് വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ചക്രങ്ങളിലെയും ഫോക്കസിങ് ഏരിയയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം നമ്മൾ വിശദമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ലൈഫ് ട്രാൻസ്ഫർമേഷൻ ശാസ്ത്രത്തിൽ എത്തുമ്പോൾ ഉള്ളതൊന്ന് ഒന്നുകൂടെ ഒന്ന് ഒരാൾക്ക് ഉണ്ടാവുന്ന ചേഞ്ചുകൾ. അതായത് നമുക്കിപ്പം കുണ്ടലിനി സഹസ്രാരത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് എല്ലാവരിലും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേങ്കിൽ ഈ പറയുന്ന ഈ മാനുഷികമായ തലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഈ 3 ചക്രങ്ങളെ കടന്നു കഴിഞ്ഞാൽ തന്നെ ഒരു മനുഷ്യനിൽ അവന് അതുവരെ ആക്സസ് ചെയ്യാൻ പറ്റാത്ത പല മേഖലകളെയും ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പം നമ്മൾ കുണ്ടലിനി ആജ്ഞയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ബോധതലം കൂടുതൽ വികാസം പ്രാപിക്കും. ബോധതലം വികാസം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബൗദ്ധികമായ ശേഷി വർദ്ധിക്കും. ഇപ്പം നമുക്കിപ്പോൾ ഒരു എന്നാ പറയുന്നത്, നമ്മുടെ ബൗദ്ധിക ശേഷി വെച്ചിട്ട് നമുക്കൊരു ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് കൂട്ടിക്കും. അതിനുള്ള ബൗദ്ധിക ശേഷി നമുക്കില്ല. ഇതൊരു ഉദാഹരണമാണ്, അങ്ങനെ തന്നെ അല്ല എടുക്കേണ്ടത്. അപ്പം അതേപക്ഷം നമുക്ക് കുണ്ടലിനി ആജ്ഞയിലേക്ക് എത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബോധതലം കൂടുതൽ വികാസം പ്രാപിക്കുകയും അവനൊരു ഡിസൈൻ പുതുതായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഡിസൈൻ പുതുതായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോധതലത്തിലേക്ക് എത്താനായിട്ടും പറ്റും. അതുപോലെ തന്നെ നമ്മൾ അറിയുന്ന പല കാര്യങ്ങളും സത്യത്തിൽ നമ്മൾ അറിയുന്ന രീതിയിലായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിലായിരിക്കില്ല ഇവിടെ നിലനിൽക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പിനകത്ത് തന്നെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയുന്ന കാര്യങ്ങളായിരിക്കില്ല നമ്മൾ അതിൻ്റെ പുറം പരിധി നിന്നുകൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പുറം മോഡിയിലായിരിക്കും ആ റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കുന്നു, അപ്പം നമ്മൾ പറയുന്നു അയാൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ആ ഇഷ്ടത്തിൽ ഞാനിങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണ്, അപ്പോൾ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, പലതും നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നു, നമ്മുടെ ലൈഫ് തന്നെ ചിലപ്പോൾ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഇഷ്ടം ഉള്ള വ്യക്തിയുടെ സന്തോഷം, ആ ഒരു സ്നേഹം നമ്മൾ നിലനിൽക്കാനായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ റിയലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് വരുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുകയാണ്
അയാൾ ഇങ്ങനെ ഒരു വ്യക്തിയല്ല, അയാൾ ഈ കാണിച്ചതെല്ലാം നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതേപക്ഷം ആ ഒരു അനുഭവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം ചിലപ്പോൾ നമ്മൾ അയാളുടെ കൂടെ ജീവിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ അറിയുന്നത്. അതേപക്ഷം നമ്മൾ ഈ കുണ്ടലിനി പ്രാക്ടീസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ ആജ്ഞയിലേക്ക് കുണ്ടലിനി എത്തിക്കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ആ വ്യക്തമായ ഒരു ക്ലാരിറ്റി അയാൾക്ക് ഉണ്ടാവും. ഫാസ്റ്റായിട്ട് അറിയാൻ പറ്റും. അതായത് അയാളുടെ ബോധത്തിൽ അത് ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾ എന്താണ്, ഇപ്പം എനിക്ക് തന്നെ ഇപ്പം നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓറ എന്താണ്, അല്ലെങ്കിൽ ആ ഓറ ഏത് തരത്തിലാണ്, നമ്മളുമായിട്ട് കണക്റ്റഡ് ആണോ അതോ ഡിസ്കണക്റ്റഡ് ആണോ, അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അറിയാൻ പറ്റുമ്പോൾ നമ്മുടെ മുന്നേ വന്നിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ശരിയായ തരത്തിലാണോ നമ്മളുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അയാൾ നമുക്ക് ഇടപെടാൻ പറ്റുന്നൊരു വ്യക്തിയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ക്ലാരിറ്റിയോടെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ഓരോ കുണ്ടലിനിയുടെ ഉണർവ് ഉണ്ടാകുന്നതിലൂടെ, അല്ലെങ്കിൽ കുണ്ടലിനിയെ നമുക്ക് ഫോക്കസ് ചെയ്ത്, കുണ്ടലിനി ഉണർവെന്ന് പറഞ്ഞാൽ ഇപ്പം പലരും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പം എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരിലും കുണ്ടലിനി ഉണരണമെന്നുള്ള ആ ഒരു ഇതൊന്നുമില്ല. പക്ഷേങ്കിൽ കുണ്ടലിനിയെ ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളിൽ പോലും നമുക്ക് ഈ പറഞ്ഞ അവരുടെ ബോധതലത്തിൽ കൂടുതൽ വലിയ വികാസങ്ങൾ ഉണ്ടാവുകയും ആ വികാസം പ്രാപിക്കുന്നതിനനുസരിച്ച് അവർക്ക് കാര്യങ്ങളെ കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ഏത് മാർഗത്തിലൂടെ പോയാലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യോഗമാണ്. ശരിക്കും യോഗത്തിന് വേണ്ടിയിട്ടാണ് യോഗ. അപ്പം അതിനുവേണ്ടിയുള്ള മാർഗമായിട്ടാണ് യോഗയെ കാണുന്നത്. Yasha Living, synchronizing the art, tactics and spirituality.